ഇതാണ് നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ ലാബ്. അപ്പോൾ നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ മെഡിസിൻസും ഇവിടെ ടെസ്റ്റ് ചെയ്ത് വെരിഫൈഡ് ആയതിനു ശേഷം അപ്രൂവ്ഡ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുന്നുള്ളൂ. ഫേഷ്യൽ പൗഡർ നമ്മുടെ മുഖത്ത് കരിമംഗല്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, അതായത് കറുത്ത പാടുകള്, കുരുക്കള്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മുഖത്ത് കോസ്മെറ്റിക് ഇഷ്യൂസ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഫേഷ്യൽ പൗഡർ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോൾ ഇന്നുള്ളത് മലപ്പുറം ജില്ലയിൽ പുലാമന്തോൾ എന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ വാഗ്ഭടാചാര്യൻ സമാധിയായിട്ടുള്ള സ്ഥലത്താണ് വന്നിട്ടുള്ളത്. വാഗ്ഭടാചാര്യൻ ആരാന്നുള്ളത് ആയുർവേദപരമായിട്ട് അറിയുന്നവർക്ക് അറിയായിരിക്കും. വളരെ പ്രധാനപ്പെട്ട സ്ഥലത്താണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ പുലാമന്തോൾ മോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആയുർവേദപരമായിട്ടുള്ള ഒരു നേഴ്സിംഗ് സെന്ററും അതുപോലെ തന്നെ അവരുടെ തന്നെ മരുന്നുകൾ, ആയുർവേദപരമായിട്ടുള്ള മരുന്നുകൾ കാര്യങ്ങളൊക്കെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നേരെ നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്തേക്ക് പോകാന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർ വിനയ മേഡം ആണ് എന്റെ കൂടെ ഉള്ളത്. അപ്പൊ മേഡം, ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞു തരും നമുക്ക്? നിങ്ങളിപ്പോ കാണുന്നത് അഷ്ടവൈദ്യ പുലാമന്തോൾ മോസ് നഴ്സിംഗ് ഹോമും അതുപോലെ തന്നെ അതിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റും ആണ് നിങ്ങൾ കാണുന്നത്. നഴ്സിംഗ് ഹോമും ആണ്, അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് യൂണിറ്റും ഇവിടെ തന്നെയാണ്. അതായത് ആയുർവേദ മീൻസ് രോഗികളെ പരിശോധിക്കുന്ന ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ട്. പിന്നെ അതേപോലെ ആയുർവേദ ഹോസ്പിറ്റലിന് വേണ്ട മരുന്നുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന പ്രൊഡക്ഷൻ യൂണിറ്റും ഉണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ തന്നെ നഴ്സിംഗ് ഹോമും ഉണ്ട്, അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകളും അതുപോലെ തന്നെ പുറത്തേക്കും വേണ്ട ആയുർവേദ മരുന്നുകളും ഇവിടെ തന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് അല്ലേ? അതെ. അത് മെയിൻ ആയിട്ട് എന്തൊക്കെ മരുന്നുകളാണ് വരുന്നത് എന്ന് പറയോ? അതായത് ആയുർവേദ ക്ലാസിക്കൽ ടെസ്റ്റുകളിലുള്ള മിക്ക കഷായങ്ങളും ചൂർണങ്ങളും ഗുളികകളും രസായനങ്ങള് അതേപോലെ ലേഹ്യങ്ങള് ഒക്കെ നമ്മൾ തൈലങ്ങള് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതിനുള്ള ഈ മരുന്നിനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെയാണ്. റോ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ബൾക്കായിട്ട് നമുക്ക് വേണ്ടി വരും. നമ്മൾ ഇത്രയും പ്രൊഡക്ഷൻ നടത്തുന്നതല്ലേ, അപ്പൊ നമ്മൾ അത് കൊടുക്കുന്ന കമ്പനികൾ ഉണ്ടാവും, സെയിൽ ചെയ്യുന്ന കമ്പനികൾ ബൾക്കായിട്ട് കൊടുക്കുന്ന കമ്പനികൾ ഉണ്ടാവും. അതൊന്നും നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്യുക. പിന്നെ തൈലങ്ങളിലൊക്കെ പച്ചയായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് വേണ്ടി വരും. അത് നമ്മൾ റൂറൽ ആയിട്ട് ഉള്ള മീൻസ് ഇത് കളക്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അങ്ങനെ വാങ്ങിക്കും, ആവശ്യത്തിനനുസരിച്ചിട്ട് മേടിക്കാണ് ചെയ്യുന്നത്. ഇതിപ്പോ മരുന്നുകൾ എവിടേക്കൊക്കെ സപ്ലൈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്? അതായത് നമ്മൾ ഇൻസൈഡ് കേരളയും ചെയ്യുന്നുണ്ട്, ഔട്ട്സൈഡ് കേരളയും ചെയ്യുന്നുണ്ട് അല്ലേ? ഓൺലൈനായിട്ടാണോ അതോ? ഓൺലൈനായിട്ട് നമ്മൾ നമ്മുടെ സൈറ്റും സാധനങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെ ഓർഡർ വരുന്നത് അങ്ങനെ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും. അല്ലാതെ നമ്മൾ കുറച്ച് വർഷത്തെ പഴക്കം ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് എന്താ പറയാ അങ്ങനെ തരുന്ന കുറെ ഓർഡറുകൾ ഉണ്ട്, സെയിൽസ് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും. പിന്നെ ഇവിടെ തന്നെ വന്ന് ചികിത്സ നേടുന്ന പേഷ്യൻസ് ഉണ്ട്. അവർ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യും, കൊറിയർ ചെയ്ത് കൊടുക്കും. അപ്പൊ കേരളത്തിന് പുറത്തും അകത്തുമായിട്ട് മരുന്നുകൾ കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റും, മരുന്നുകളൊക്കെ? കാണാലോ, തീർച്ചയായും. ഡോക്ടറെ, അപ്പൊ ഈ മരുന്നുകൾ സംഭവങ്ങളൊക്കെ ആദ്യത്തെ ഫോമിൽ ഇതൊക്കെ ഉണക്കിയെടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? അതൊക്കെ എങ്ങനെയൊക്കെയാണ്? അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത്രയും ഫോർമുലേഷൻസ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, കഷായങ്ങള്, അരിഷ്ടങ്ങള്, ചൂർണങ്ങളൊക്കെ. അപ്പൊ ആദ്യം നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ നമ്മൾ എടുക്കും. അതിനുശേഷം കഴുകും. നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ ഉണക്കും. നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ അത് ഏത് ഫോർമുലേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത് അതിക്ക് വേണ്ടിയിട്ട് നമ്മളത് ഉപയോഗിക്കുള്ളൂ. അപ്പൊ നമ്മളിവിടെ ഉണക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഡെൽമാർക്കിന്റെ ഡ്രയർ ആണ്. അത് വേഗത്തിൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഉണക്കി തരും. അപ്പോൾ നമ്മുടെ കൂടുതൽ പ്രൊഡക്ഷൻ പെട്ടെന്ന് സ്പീഡപ്പ് ആവാൻ വേണ്ടിയിട്ട് ഡെൽമാർക്കിന്റെ ഡ്രയർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉണക്കാനായിട്ട് നമ്മുടെ ഡ്രയറിലാണ് ഉണക്കുന്നത്. എല്ലാ സാധനങ്ങളും അത്രയും നമുക്ക് കഴിക്കാനുള്ളതായ കാരണം കഴുകി ഉണക്കിയിട്ടാണ് എടുക്കുന്നത്. കൂടെ ഒരുപാട് മരുന്നുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഡ്രയർ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ? ഓക്കെ. ഇതാണ് ഡെൽമാർക്കിന്റെ ഡ്രയർ. ഇതിലാണ് നമ്മൾ എടുത്ത മരുന്നുകൾ കഴുകിയതിന് ശേഷം ഉണക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പൊ കഷായത്തിനാണെങ്കിലും ചൂർണത്തിനാണെങ്കിലും ഗുളികകൾക്കാണെങ്കിലും എടുക്കുന്ന മരുന്നുകൾ നമ്മൾ കഴുകിയതിന് ശേഷം ഇതിൽ ഉണക്കാടും. മാത്രമല്ല ഗുളികകൾ ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നമുക്കിത് ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഡ്രയർ വരുന്നത്, ഡെൽമാർക്കിന്റെ. ചെറുതായിട്ട് ചൂടുണ്ടാവും. ഇത് ഗുളികയാണ് അല്ലേ? അതെ. ഇതെന്ത് ഗുളികയാണ്? ഇത് കാങ്കായനം ഗുളികയാണ്. അത് നമ്മൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഡ്രയറിൽ വെച്ചേക്കാണ്. അടിയിലും അത് തന്നെയാണല്ലേ? അതെ. മാത്രമല്ല ഇതില് നമ്മൾ കഷായങ്ങളും അതേപോലെ എടുക്കുന്ന എല്ലാ മരുന്നുകളും നമ്മൾ കഴുകിയതിന് ശേഷം ഉണക്കാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുക. ബാക്കി എടുത്ത എല്ലാ മരുന്നുകളും ഏകദേശം നമുക്ക് ഉണങ്ങി കിട്ടി. ഇനിയിപ്പോ ആധാരി സഹചരാതിയുടെ ഈ മരുന്ന് മാത്രമേ ഉണങ്ങി കിട്ടാനുള്ളൂ. ബാക്കി എല്ലാം ഉണങ്ങി കിട്ടി. അതെ. 20 ട്രെയിൻ നമ്മൾ യൂസ് ചെയ്യും. പക്ഷെ ബാക്കി എല്ലാ മരുന്നുകളും ഉണങ്ങി കിട്ടി. ഇനി ഉള്ള മരുന്നുകൾ കഴുകിയിട്ട് വേണം. ഇപ്പൊ ഉള്ള മരുന്നിൽ ആധാരി സഹചരാതി മാത്രമേ ഉണങ്ങാനുള്ളൂ. അതുകൊണ്ടാണ് ബാക്കി എല്ലാ ട്രേകളും വേക്കന്റ് ആയിട്ട് കാണുന്നത്. അപ്പൊ ടോട്ടൽ 20 ട്രേ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്.
അതെ. അപ്പൊ ഓൾറെഡി ബാക്കിയുള്ള ട്രയലത്തേക്ക് ഉണങ്ങിയതിന് ശേഷം അവർ എടുത്ത് ഇപ്പൊ പ്രൊഡക്ഷനിലേക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് കൊണ്ടുപോയേക്കാണ്. അപ്പൊ ഇവിടെ ഒരു 20 തട്ടിന്റെയാണ് ഇവിടെ ഡോക്ടർ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മുടെ ഈ ഡെൽമാർക്ക് കമ്പനിയും ഈ ഒരു സൈസ് മാത്രമല്ല പല സൈസിലുള്ള ചെറിയ മെഷീൻ തൊട്ട് ഇതിനേക്കാളും വലിയ മെഷീൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതും നമ്മുടെ മെഷീന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സാധനവും ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. ഇവരോട് ആയുർവേദ മരുന്നുകൾ ഉണക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ നാളികേരം ഉണക്കാനോ അല്ലെങ്കിൽ മല്ലി മുളക് ഉണക്കാനോ വീട്ടാവശ്യങ്ങൾക്കോ പല ആവശ്യങ്ങൾക്ക് നമ്മുടെ ഡ്രയർ നിങ്ങൾക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഡ്രയറുകളെ പറ്റിയിട്ട് എന്ത് കാര്യം അറിയുന്ന തീർച്ചയായിട്ടും നമ്മുടെ ഡെൽമാർക്കിനെ ഒന്ന് കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ്. ഡെൽമാർക്കിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ സാധനവും ഉണക്കാനായിട്ടും പറ്റും. അതുപോലെ തന്നെ പല കപ്പാസിറ്റിയിൽ പല മെറ്റീരിയലിൽ മെഷീൻസ് ചെയ്ത് നൽകുന്നുണ്ട്. അത് ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് നിങ്ങൾക്ക് ഈ മെഷീൻസ് എല്ലാം തന്നെ എത്തിച്ചേരാനായിട്ട് പറ്റുന്നതാണ്. നിങ്ങൾക്ക് എന്ത് കാര്യം ഉണക്കണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ഡെൽമാർക്കിനെ ഒന്ന് കോൺടാക്ട് ചെയ്തേക്കാം. എന്നാണ് നമ്മുടെ മെഷീൻ വരുന്നത്. ഒരു സൈഡിൽ 10 തട്ടാണ് വരുന്നത്. ഫുള്ളും സ്റ്റെയിൻലെസ് സ്റ്റീൽ മെഷീനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ബോഡിയും എല്ലാ മെഷീനാണ് മാഡം ഉപയോഗിക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രയറിന്റെ. ഡ്രയർ ഇപ്പൊ എന്തെങ്കിലും ഉണക്കുന്നതിൽ ബുദ്ധിമുട്ട് എന്തെങ്കിലും വന്നിരുന്നു എപ്പോഴെങ്കിലും? ഇല്ല, നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും വേഗത്തിൽ ഉണക്കി തരാറുണ്ട് ഡ്രയർ. പിന്നെ തട്ടുകൾ പോരാത്ത ഒരു പ്രശ്നം മാത്രമേ വരാറുള്ളൂ. ബൾക്കായിട്ട് നമ്മൾ മരുന്നുകൾ എടുക്കുമ്പോൾ 20 തട്ട് നിറഞ്ഞ് കവിയുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ നല്ല ഒരു ഇതാണ് ഈ ഡ്രയർ, ഡെൽമാർക്കിന്റെ ഡ്രയർ. മേഡത്തിന് ഇപ്പൊ ബൾക്കായിട്ട് ഉണക്കാനുണ്ടാവുമ്പോൾ ഈ 20 തട്ട് പോരാതെ വരുന്നല്ലേ? അതെ. ആ ഒരു പ്രശ്നം മാത്രമാണ് വന്നിട്ടുള്ളത്. ഉണക്കിലോ കാര്യങ്ങൾക്ക് ഇതുവരെ പ്രശ്നമൊന്നും വന്നിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. നിങ്ങൾക്ക് വിശ്വസിച്ച് നമ്മുടെ ഡ്രയർ നിങ്ങൾക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. മേടിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ ലാബ്. അപ്പോൾ നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ മെഡിസിൻസും ഇവിടെ ടെസ്റ്റ് ചെയ്ത് വെരിഫൈഡ് ആയതിനു ശേഷം അപ്രൂവ്ഡ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുന്നുള്ളൂ. എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതിന്റെ ലാബാണ് ഇവിടെ വരുന്നത്. അതെ. ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് മെയിൻ ആയിട്ട് നമ്മുടെ പ്രോഡക്ട്സ്. കഷായങ്ങളുണ്ട്, ചൂർണങ്ങളുണ്ട്, അതേപോലെ അരിഷ്ടങ്ങള്, തൈലങ്ങള്, കേരങ്ങള്, ഗുളികകള്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആയുർവേദ ഫോർമുലേഷൻസും നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. കൂടുതൽ കാണുമ്പോൾ അങ്ങനെ കഷായങ്ങളൊക്കെയാണ് കൂടുതൽ. അതെന്താ വെച്ചാൽ മെയിൻ ആയിട്ട് നമ്മുടെ എന്താ പറയാ, നമുക്ക് പേഷ്യൻസിന് മീൻസ് പ്രിസ്ക്രിപ്ഷനിൽ നമ്മൾ എഴുതിയുടെ കഷായമാണ് മെയിൻ ആയിട്ടുള്ള ഫോർമുലേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുക. കഷായം, ഗുളിക, അതിന്റെ കൂടെ ചൂർണം, പിന്നെ തൈലങ്ങളും കേരങ്ങളും ഒക്കെ റിക്വയർഡ് ആണെങ്കിൽ, അതായത് പേഷ്യന്റിന്റെ രോഗാവസ്ഥയ്ക്ക് അത് വേണമെങ്കിൽ നമ്മളത് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ കാണുമ്പോൾ കഷായങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. പിന്നെ എന്താ വെച്ചാൽ അരിഷ്ടങ്ങളൊക്കെ നമ്മൾ കണ്ടെയ്നറിൽ ഉണ്ടാവും. കൂടുതലായിട്ടും അരിഷ്ടങ്ങൾ കണ്ടെയ്നറിൽ ഉണ്ടാവും. ബോട്ടിലില് കഷായങ്ങളാണ് കൂടുതൽ വരുന്നത്. നമ്മൾ ആയുർവേദത്തിൽ മെയിൻ ആയിട്ടും കഷായമാണ് നമ്മുടെ ആദ്യത്തെ ഇത് പ്രിഫറൻസ് തോന്നുന്നില്ല, ആദ്യത്തെ മരുന്നായിട്ട് വരിക. അതെ, കഷായങ്ങള് ആണ് മെയിൻ ഫോർമുലേഷൻ ആയിട്ട് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുക. അതെ, അതിനുശേഷം പിന്നെ തൈലും അതുപോലെ തന്നെ ചൂർണങ്ങളൊക്കെ വരും അല്ലേ? അതൊക്കെ റിക്വയർഡ് ആണെങ്കിലാണ് രോഗിക്ക് റിക്വയർഡ് ആണെങ്കിലാണ് അതൊക്കെ ആവശ്യമായിട്ട് വരിക. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കഷായങ്ങളും തൈലങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചൂർണങ്ങളും സംഭവങ്ങളൊക്കെ ഇവിടെ ബോക്സ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ കാണാം. ഇങ്ങനെ ഓരോന്നായിട്ട് കാണിക്കുന്നില്ല, കാരണം നമ്മുടെ വീഡിയോ ലെങ്ത് ഒരുപാട് കയറി പോകും. നിങ്ങൾക്ക് ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇതൊക്കെ കാണാം എന്നുള്ളതാണ്. മാഡം, അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള മരുന്നുകൾ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാൻ പറ്റുമോ? പറഞ്ഞോളൂ. ഇതാണ് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് ആയിട്ടുള്ള താമ്പൂലാതി കേരം. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് വെറ്റിലയാണ്. കൂടാതെ കുറെ ഇലകൾ വരുന്നുണ്ട്. പിന്നെ നാളികേരപ്പാൽ യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് അകാലനര, അതേപോലെ മുടി കൊഴിച്ചിൽ, തലവേദന തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ടാണ് താമ്പൂലാതി കേരം ഉപയോഗിച്ച് വരുന്നത്. അടുത്തത് എന്താണ്? നെക്സ്റ്റ് ചെമ്പരത്തിയാതി കേരം. ചെമ്പരത്തിയാതി കേരം. അതായത് ബേസ് ഓയിൽ ആയിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് കേരം എന്ന് പറയുന്നത്. ബേസ് ഓയിൽ ആയിട്ട് നല്ലെണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ തൈലം എന്ന് പറയും. നല്ലെണ്ണയാണെങ്കിൽ തൈലം. ചെമ്പരത്തിയാതി കേരത്തിൽ മെയിൻ ആയിട്ട് നമ്മൾ ചെമ്പരത്തി ഇല ഉപയോഗിക്കും, കൂവളത്തിന്റെ ഇല ഉപയോഗിക്കും, വേറെ ഒരുപാട് ഇലകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതും അതെ, തലമുടി കൊഴിച്ചിലിന്, അതേപോലെ മീൻസ് അകാലനര അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ചെമ്പരത്തിയാതി കേരം എന്ന് പറയുന്നത്. അടുത്തത് ഫേഷ്യൽ പൗഡർ. ഫേഷ്യൽ പൗഡർ നമ്മുടെ മുഖത്ത് കരിമംഗല്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, അതായത് കറുത്ത പാടുകള്, കുരുക്കള്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മുഖത്ത് കോസ്മെറ്റിക് ഇഷ്യൂസ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഫേഷ്യൽ പൗഡർ.
ഇതിൽ എന്തൊക്കെയാ വരുന്നത് ഇൻഗ്രീഡിയൻസ്? ഇതിൽ രക്തചന്ദനം തുടങ്ങിയിട്ടുള്ള മരുന്നുകളാണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. ഇത് പാലിൽ ചേർത്തിട്ടോ അല്ലെങ്കിൽ പാൽപ്പാടയിൽ ചേർത്തിട്ടോ തക്കാളിയുടെ നീരിൽ ചേർത്തിട്ടോ ഒക്കെ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓ, അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് അല്ലേ? അതെ. അപ്പൊ ഈ പ്രൊഡക്ട്സ് അല്ലാതെ ഒരുപാട് പ്രൊഡക്ട്സ് ഇപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് ലഭ്യമാനായിട്ട് എങ്ങനെയൊക്കെ പറ്റും? അതായത് നമുക്കിവിടെ ഹോസ്പിറ്റൽ ഉണ്ട്, ഹോസ്പിറ്റലിൽ തന്നെ ഫാർമസി ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഉണ്ടാക്കുന്ന എല്ലാ പ്രോഡക്ട്സും മരുന്നുകളും ഫാർമസിയിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് ഫാർമസിയിൽ വന്ന് വാങ്ങിക്കാം. അല്ലെങ്കിൽ പെർട്ടിക്കുലർ രോഗങ്ങളൊക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മുടെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുക. ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം നമ്മുടെ ഫാർമസിയിൽ വന്നിട്ട് മരുന്ന് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ അതല്ല, ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് ഓഫീസിൽ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോഡക്ട്സ് എല്ലാം കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. മാത്രമല്ല, നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, പുലാമന്തോൾ ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ നമ്മൾ നമ്മുടെ എല്ലാ പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഗൂഗിളിൽ ജസ്റ്റ് പുലാമന്തോൾ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അതിലുള്ള പ്രോഡക്ട്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്ട്സ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ്. നമ്മളത് കൊറിയർ ചെയ്തിട്ട് തരുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നതൊക്കെ മേടിക്കണം എന്നുള്ളവർക്ക് ഈ ലൊക്കേഷൻ കറക്റ്റ് എവിടെ വരുന്നത് ഒന്ന് പറയൂ? ഇത് മലപ്പുറം ജില്ലയിലെ പുലാമന്തോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പുലാമന്തോൾ ആയുർവേദ ഹോസ്പിറ്റലും പ്രൊഡക്ഷൻ യൂണിറ്റും സ്ഥിതി ചെയ്യണത്. ഓക്കെ. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് മേടിക്കുക, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊറിയർ തരാനായിട്ട് പറ്റുവർക്ക്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ശ്രദ്ധിച്ചത് ഇത് ആൽമരാണല്ലോ? അതെ, ഇത് ആൽമരാണ്. എന്താണ് ഒരു പേര്? അതായത് ആയുർവേദം പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ആയുർവേദത്തിലെ 3 പ്രധാനപ്പെട്ട ആചാര്യന്മാരാണ് സുശ്രുതാചാര്യൻ, ചരകാചാര്യൻ, വാഗ്ഭടാചാര്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ വാഗ്ഭടാചാര്യൻ സമാധി അടഞ്ഞത് ഇവിടെ പുലാമന്തോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഒരു ലൊക്കേഷനിലാണെന്നാണ് നമ്മൾ വിശ്വസിച്ച് വരുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലം നമ്മൾ നോക്കിയിട്ടാണ് വാഗ്ഭട സമാധി എന്ന് അവിടെ ബോർഡ് എഴുതിയിട്ടുള്ളത്. ഇവിടെയാണ് വാഗ്ഭടാചാര്യൻ സമാധി അടഞ്ഞത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലേ? അപ്പോ ആയുർവേദപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു സ്ഥലം കൂടിയാണ്. അതെ അതെ, ആയുർവേദപരമായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ അധികം പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടെ വാഗ്ഭട സമാധി നടന്ന സ്ഥലത്താണ് നമ്മുടെ അഷ്ടവൈദ്യ പുലാമന്തോൾ ആയുർവേദ ഹോസ്പിറ്റലും അതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റും സ്ഥിതി ചെയ്യുന്നത്. അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള, അത്രയും പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇതൊക്കെ വിസിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ്.